ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ കൊണ്ട് നല്ല പഞ്ഞി പോലുള്ളൊരു അപ്പമാണ്. ഇതൊരു സ്നാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു മെയിൻ ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. റവയും പഞ്ചസാരയും മാത്രം ഉണ്ടായിരുന്നാൽ മതി. മാത്രമല്ല 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മെഷറിംഗ് കപ്പിന് 1/2 കപ്പ്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര റവയാണോ എടുത്തത് അതിൻ്റെ നേർപകുതി പഞ്ചസാര എടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടിയും പഞ്ചസാരയും റവയും കൂടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ 1/4 കപ്പ് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്ത കപ്പ് തന്നെയാണ്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെയിം മെഷറിംഗ് കപ്പ് തന്നെ എടുത്തത്. 1/2 കപ്പ് റവയും 1/4 കപ്പ് പഞ്ചസാരയാണല്ലോ. 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് മധുരമുള്ളൊരു ഐറ്റമാണ് എങ്കിലും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ ഏലക്കായ രണ്ടും എടുത്ത് മാറ്റുകയാണ്. ഏലത്തിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിച്ച് കാണും. ഇനി നമ്മുടെ റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. റവയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബ്ലാക്ക് കളറിൽ ഇടയ്ക്ക് കാണുന്നത് ആ ഏലക്കായുടെ കുരുവാണ് കേട്ടോ, അത് പ്രശ്നമല്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല കുറുക്കിയെടുക്കണം. നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണത് പോലെയുള്ള ഒരു പരുവത്തിലാവണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. നന്നായിട്ട് വെള്ളം കഴിയുന്നത്രയും വറ്റിച്ചെടുക്കുക. പക്ഷെ നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ അങ്ങനെ ഒട്ടുന്നൊരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, നമുക്കിന്നെ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവത്തിലാണ് ഉണ്ടാവുക. നല്ല ചൂടുമാണ്. നമ്മൾ കുറച്ചൊന്നും ചൂടാറിയതിന് ശേഷം, എന്നാൽ വല്ലാതെ ചൂടാറാൻ പാടില്ല, അതിലേക്ക് കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ തന്നെ വേണം നിർബന്ധമില്ല. അരിപ്പൊടി ആയാലും മതി, നമ്മുടെ സാധാ പത്തിരിപ്പൊടി ആയാലും മതി. ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, കാരണം നമുക്കിതൊരു കുഴച്ചെടുക്കുന്ന രൂപത്തിലേക്ക് ആവാൻ വേണ്ടിയാണ്, ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രൂപം മാറാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വല്ലാതെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുക. കോൺഫ്ലവർ എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ കോൺഫ്ലവർ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, അരിപ്പൊടി എടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ചൊരു എണ്ണ തടവിയതിന് ശേഷം, ഞാനൊരിത്തിരി എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. എത്ര വലിപ്പം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ തീരെ ചെറുതായിട്ടാണ് ചെയ്തത്. കുറച്ചുകൂടെ വലിപ്പം വേണം, പൊരിച്ച പത്തിരിയുടെ വലിപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉരുളയാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വിരൽ കൊണ്ട് പ്രസ് ചെയ്തത് കാരണം ഫ്രൈ ചെയ്യുമ്പോൾ ആ വിരലിൻ്റെ അടയാളം ശരിക്കും കാണുന്നുണ്ട്. ഇപ്പോൾ പത്തിരി പ്രസ്സിലൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഈവനായിട്ട് ഈ അടയാളമൊന്നും, കൈയിൻ്റെ അടയാളമൊന്നും ഇല്ലാത്ത രൂപത്തിൽ കിട്ടും. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ആ വിരൽ വെച്ച് തന്നെ അമർത്തിയെടുത്തത്. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യണത്. മീഡിയം ഫ്ലെയിമിലൊന്നും ഇടരുത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല എന്ന് മാത്രമല്ല, എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പുറം ഭാഗം കരിഞ്ഞു പോകുന്നോ അകത്ത് വേവില്ല എന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം അകത്തുള്ളതെല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ള ഐറ്റംസാണ്. നമ്മൾ കണ്ടതാണല്ലോ, തിളച്ച വെള്ളത്തിലേക്ക് റവ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെന്തില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. കാരണം ഒരുപാട് സമയം വേണ്ട. മാത്രമല്ല റവയും പഞ്ചസാരയും എപ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഐറ്റംസാണ്. പെട്ടെന്നൊരു പലഹാരം വേണം തോന്നിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 4 മണി ചായക്ക് മാത്രമല്ല, ഇത് നമ്മൾ സ്ഥിരമായി റവ ഉപ്പുമാവൊക്കെ ചെയ്യുന്നതിന് പകരം ഉപ്പുമാവ് ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ഐറ്റം ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും.
അതുപോലെ നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നുമില്ല. കുറച്ച് റവയും പഞ്ചസാരയും ഉണ്ടായിരുന്നാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. ഇനിയിപ്പോൾ ഏലക്കായ ഇല്ല എങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഏലക്കായ അങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിന് പകരം ഏലക്ക പൊടിച്ചത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഏലക്കായ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് എടുത്ത് മാറ്റിയത്. അതുപോലെ കോൺഫ്ലവർ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമ്മുടെ സാധാ അരിപ്പൊടി എടുത്താൽ മതി. ഞാൻ കോൺഫ്ലവർ ഉള്ളത് കൊണ്ട് അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒട്ടും എണ്ണ കുടിക്കില്ല. നമുക്ക് തോന്നും റവയല്ലേ ഒരുപാട് എണ്ണ കുടിക്കുന്നു. ഒട്ടും എണ്ണ കുടിക്കില്ല. നമുക്കിപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒഴിച്ച അത്രയും എണ്ണ തന്നെ അവിടെ ഉണ്ട്. ഒട്ടും എണ്ണ കുടിക്കുകയൊന്നുമില്ല. അതുപോലെ നമുക്കത് ഞാനത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. റവ എപ്പോഴും എല്ലാവരുടെയും കയ്യിലുള്ളൊരു സംഭവമായിരിക്കും, പഞ്ചസാരയൊക്കെ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം. ഇതാ കണ്ടോ, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. അത് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.